ഹായ് ഹലോ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട്സായിട്ട്. ഇതിപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. മാരേജിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ ലുക്ക്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു സിറമാണ്, ഹോം മെയ്ഡ് സിറമാണ്. ഞാനത് ഒരു ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് മേക്കപ്പൊന്നും ചെയ്ത് ശീലമില്ല. ഫൗണ്ടേഷൻ പോലുള്ള ക്രീമൊന്നും ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ക്രീമെന്ന് പറയുമ്പോൾ പ്രൊപ്പോളിസ് ക്രീമാണ്. അത് നാച്ചുറലാണ്. ഇത് ഫോറെവർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡാണ്. റേറ്റ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് എന്തായാലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ക്രീമാണ്, ഒരു ഡേ ക്രീം. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കാനായിട്ട് ഇത് നല്ലതാണ്. ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനായാലും ഞാൻ ആകെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ പ്രൊപ്പോളിസ് ക്രീം യൂസ് ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്ക് അത് തന്നെയാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഹൈലൈറ്റ്. ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മാബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് മേജർ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ മൂന്നോ നാലോ എന്തോ കഴിഞ്ഞു. ഇതിപ്പോൾ എന്തോ 5ാമത്തെ ആണെന്ന് തോന്നുന്നു. ഇതുതന്നെയാണ് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. നല്ല ഡ്യൂറേഷൻ തരുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാണ് ഐബ്രോ എഴുതിയില്ലെന്ന് ഓർത്തത്. അങ്ങനെ ഐബ്രോ ഞാൻ അധികം എഴുതാറില്ല, കാരണം എൻ്റെ പിരികത്തിന് ഓൾറെഡി കട്ടിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതാറില്ല. അവിടെയായിട്ടൊരു കുരുവല്ല, ഒരു മറുക് പോലെ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നാനായിട്ട് മാബ്ലിൻ്റെ തന്നെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. അത് കുറച്ച് ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ കുറച്ച് ഡാർക്കാണ്. ഇനി ഞാൻ ഷെയ്ഡസാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ കണ്ണിന് മുകളിൽ മാത്രമേ ഇടുന്നുള്ളൂ. കണ്ണിന് മുകളിൽ കുറച്ച് പിരികത്തിൻ്റെ താഴെ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കാനായിട്ട് ആദ്യം റെഡ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പിങ്കിഷും ഒരു ഒരു റെഡ് ഷെയ്ഡ് കലർത്തിയൊരു കളർ, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ ഗിൽറ്റഡ് ആണ്, ഗോൾഡൻ ഗിൽറ്റഡിൻ്റെ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ണ് എഴുതിയില്ലെങ്കിലും നമ്മുടെ കണ്ണ് കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാജലാണ്. ഇത് സ്മച്ച് പ്രൂഫാണ്, പക്ഷെ ഞാൻ കാജൽ അധികം യൂസ് ചെയ്യില്ല. കാരണം എനിക്കെന്ന് പറയുമ്പോൾ മുകളിൽ മാത്രം ഐലൈനർ എഴുതിയിട്ടുള്ള ലുക്കാണ് ഇഷ്ടം. ഐലൈനർ എന്ന് പറയുമ്പോൾ മാമാ എർത്തിൻ്റെ ആണ്, വാട്ടർ പ്രൂഫാണ്. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയി എഴുതിയിട്ട് വരാം. ഓക്കെ, എഴുതിയിട്ടുണ്ട്. എനിക്കിങ്ങനെ എഴുതാനാണ് ഇഷ്ടം. ഇനി പൊട്ട് ഞാൻ കൂടുതലും ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സൈസും ഉണ്ട്. അതിന് ഞാൻ ചെറിയ ഡോട്ട് ഇട്ട് നോക്കി, പക്ഷെ എനിക്കത് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി വലുതായി ഒരു മീഡിയം ടൈപ്പ് ഇട്ട് നോക്കി, അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തെന്ന് പറയുമ്പോൾ ഇനി ഓർണമെൻറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച്
ലൈറ്റ്, അതായത് ലൈറ്റ് റെയർ കളർ ആയതുകൊണ്ട് ഞാൻ ഇതിന് വൈറ്റ് നെക്ലസ് ആൻഡ് വൈറ്റ് കമ്മൽ, അതായത് ഇയറിങ്സ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നെക്ലസിൻ്റെ തന്നെ ഇയറിങ്സ് ആണ്. ചെറുതാണ്, ചെറിയ കമ്മലാണ്. ഓക്കെ, ഒരു ചെറിയൊരു വളയും പിന്നെ വാച്ചും. റിങ്ങാണ് എൻ്റെ കയ്യിൽ. ഗോൾഡിൻ്റെ 2-3 റിങ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന റിങ് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഫാൻസി ആയിട്ടുള്ള റിങ്ങൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഉള്ള റിങ് തന്നെ ഇടുവാണ്. വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.